അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നിട്ട് കെറ്റിൽ വെള്ളമൊക്കെ വെച്ച് നിജു ബേബി എണീറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മാവൊക്കെ അരച്ചിട്ട് ഞാനിന്ന് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ പാത്രത്തിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ പൊങ്ങി ആകെ കേടരുമല്ലോ എന്ന് വിചാരിച്ച്, കേടല്ല പുറത്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവൊക്കെ അരച്ച് ഇങ്ങനെ ഒന്നായിട്ട് ഇതായി തുളുമ്പി പോവാതിരിക്കാൻ ഇങ്ങനെ കുക്കറിൽ അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ മാവുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ തന്നെ ഉണ്ട് ഒരു പക്ഷീൻ്റെ സൗണ്ട് പുറത്തുനിന്ന് അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ലീവ് എടുത്തിട്ടാണ്. എൻ്റെ പനി കുട്ടികൾക്കൊക്കെ പകർന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ പക്ഷി ഏതാണെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ ഇതാ ചെറിയൊരു കുഞ്ഞൊരു എന്താ ഇനി പറയുക, കുരുവി തന്നെ തോന്നുന്നുണ്ട്, അതന്നെ തോന്നണേ. അപ്പം അങ്ങനെ അത് അതിലിങ്ങനെ പാറി കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്വീറ്റ് വോയിസിൽ ഇങ്ങനെ പാട്ടും പാടുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈം അതൊക്കെ നോക്കി നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മക്കൾക്ക് ഫസ്റ്റ് വേഗം കാലിച്ചായ എന്തൊക്കെ കൊടുക്കട്ടെ വിചാരിച്ച് വെണ്ണൊക്കെ എടുത്തു ചായക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ബേബി എൻ്റെ കൂടെ തന്നെ എണീച്ച് വരും എന്നും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ തന്നെ വന്നിട്ടില്ല. എന്നെന്തേ ആവാം, പനിയൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയില്ല, ഒരു ക്ഷീണമൊക്കെ ഉണ്ട് ആൾക്ക്, മൊത്തത്തിലൊരു ക്ഷീണമുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വേണമെന്നൊക്കെ രണ്ടെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൻ്റെ ക്രീമൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ആ ക്രീമുള്ളത് മാറ്റി വെച്ചിട്ട് ഞാൻ കഴിച്ചു. പിന്നെ ഗ്യാസൊക്കെ തീരുമ്പോൾ ഒരു വിറക് അടുപ്പ് നല്ലോണം ഒരു പിടിപ്പിക്കലേറെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശീലമായാൽ പിന്നെ അങ്ങനെ നല്ല എളുപ്പമാണ്. കാരണം വിറകടുപ്പിലായാൽ പെട്ടെന്ന് സംഭവം ആയി കിട്ടും. അങ്ങനെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. കറിക്കുള്ള ഉപ്പേരിക്കുള്ളത് എല്ലാ സാധന സാമഗ്രികൾ നമ്മൾ സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് പണി തീരാൻ വിറകടുപ്പിനാണ് നല്ലത് ഗ്യാസിനെ അപേക്ഷിച്ച്. അപ്പം എങ്ങനെ മാവൊക്കെ അങ്ങനെ ഫെർമെൻ്റ് ആയതൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പരത്തി ഒരു അപ്പം അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിക്ക് പിന്നെ ചിക്കൻ കറിയോ ഇനിയിപ്പോൾ കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും നല്ല ടേസ്റ്റ് ആകും. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പിടിച്ചപ്പോൾ കൈ പൊള്ളി ചാടി വീണു. പിന്നെ അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇഷുമോൾ എണീറ്റ് വന്നിട്ട് ഓൾ കോഴികൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പാണ് ഇത്. ഞാൻ കേടെന്ന ഗോതമ്പ് ഇതേപോലെ ഒരു ടിന്നിലാക്കി വെയിലത്തിട്ട് ഉണക്കി പൊടിയൊക്കെ തട്ടിയിട്ട് വെച്ചതേനി കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ കറി റെഡിയാക്കുകയാണ്. താളിപ്പും മറ്റേ ചീര താളിപ്പാണ് റെഡിയാക്കുന്നത്. അപ്പം അതിന് ഉള്ളിയൊക്കെ അരിഞ്ഞതാ കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും താളിപ്പ് നല്ല ഇഷ്ടമാണ്. ഞാനതിൻ്റെ വെള്ളം മാത്രം കൂട്ടുള്ളൂ. കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കോഴി ഇങ്ങനെ അട ഇരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മുട്ട നമ്മളിങ്ങനെ സ്വരുക്കുട്ടി വെച്ചതുണ്ടായിന് കേട്ടോ. ഓരോ ദിവസം ഇടുന്നത് ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് എടുക്കും, എന്നാലും കുറച്ചിങ്ങനെ മാറ്റി കരുതി വെച്ചതുണ്ടായിന്. അപ്പം ഞാൻ അത് കോഴിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നാൾ ഇതേപോലെ വെച്ചിട്ട് ഒരു 4 മുട്ട ഞാൻ വെച്ചെടുത്തിനി. അത് 3 കുട്ടികളാണ് ഉണ്ടായത്. ഒരു മുട്ട കോഴി തന്നെ പൊട്ടിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് എണ്ണം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി എത്ര എണ്ണം വിരിയൊന്നോ കേടരുന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ അപ്പം ജസ്റ്റ് ഒന്ന് തണുപ്പ് പോയതിന് ശേഷം കോഴിനെ കഴിഞ്ഞ പ്രാവശ്യം അകത്ത് കഴിഞ്ഞിട്ട് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിനി. അടുക്കളയിലായപ്പോൾ ഭയങ്കര പേടി കഴിഞ്ഞിട്ട് എനിക്ക് കൊത്തൊക്കെ ചെയ്യുന്നു. അപ്പം ഇപ്രാവശ്യം ഞാൻ കൂട്ടിൽ തന്നെ സെറ്റാക്കാൻ വിചാരിച്ച് ഇക്കാനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മുട്ടയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. പക്ഷേ നമ്മളന്ന് വെച്ച് കൊടുത്തു, രാവിലെ വെച്ച് കൊടുത്ത്, പക്ഷേ അതുമേലൊന്നും കയറിയിരുന്നില്ല. കോഴി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഓടിട്ടോ. അതിൽ പിന്നെ ഞാൻ ആ മുട്ടക്ക് ഒരുപാട് ടൈം കാവലിരുന്ന് പിന്നെ കാക്ക കൊത്തും വിചാരിച്ച് ഞാൻ വീണ്ടും അത് എടുത്തുകൊണ്ടുവന്ന് അകത്തന്നെ വെച്ച്. പിന്നെ നമ്മളെ ഫാനൊക്കെ നല്ല ക്ലീൻ ആക്കാണ്ട് ഇത് വാങ്ങിയതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ ഒരു ടോപ്പ് ഒക്കെ അയച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സൗണ്ട് വന്നു നമ്മളെ ഫാനിന്, കാറ്റും കുറഞ്ഞു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തെ പൊടിയാണ് കേട്ടോ അത്. സാധാരണ നോമ്പിനൊക്കെ അതിൻ്റെ ഇതൊക്കെ ഊരി കഴുകി ഒക്കെ വൃത്തിയാക്കൽ, പക്ഷേ നോമ്പിന് നല്ല പൊടി നിറയുമ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ബാക്ക് ഭാഗം അയച്ചെടുക്കുന്നത്. ബാക്ക് ഭാഗം അയച്ചെടുത്തപ്പോൾ അത്രയും പൊടിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് ഇക്ക എന്നെ നന്നാക്കി തന്നു.
പിന്നെ ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ പോയി. പിന്നെ രാത്രിയായി. എനിക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട്, ഹോംവർക്ക് ഉണ്ട്, എഴുതാണ്ട്. അപ്പം ഞാൻ ബുക്കും കൊണ്ട് എഴുതായിരുന്നു. അപ്പം ഇഷുമോള് വിളിക്കാതെയും പറയാതെയും വന്നിരുന്ന് ഓളും എഴുതുകയാണ് കേട്ടോ. അപ്പം നിജുവിന് വയ്യാത്തതുകൊണ്ട് ഓന് ഭയങ്കര ഒരു ഇതാണ്, ചീച്ചിലാണ്. എൻ്റെ മേത്തൊക്കെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. പിന്നെ നിഷുട്ടനെ ഓന് പനിച്ച് ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ പനി ഏകദേശം മാറിയെന്ന് പറയാനായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പനിച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ക്ലാസ് മിസ്സായാൽ അതവിടെ മിസ്സായത് തന്നെയാണ് വിചാരിച്ചിട്ട്. ഭയങ്കര ആത്മാർത്ഥതയാണ് ഗായ്സ്. ഈ ആത്മാർത്ഥത അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കഷ്ടപ്പെടേണ്ടില്ലേനിന്ന് ഞാനിപ്പോൾ പല തവണ ഞാൻ വിചാരിച്ചിട്ടോ. സത്യം പറയാം, പഠിച്ചിരുന്ന സമയത്ത് നമുക്കൊരു ഒഴിവ് കിട്ടിയാൽ വിചാരിച്ച് സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒഴിവ് കിട്ടുന്നത് സങ്കടമാണ്. അപ്പം അങ്ങനെ ഇക്ക വന്നപ്പോൾ ഇതാ നമ്മൾക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മളെ ശോഭാസാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് കിട്ടിയ എൻ്റെ ഈ വീതം ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ഇതാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.